വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് RSPക്ക് നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച 5 സീറ്റിലും തോറ്റ പാർട്ടിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം പോലുമില്ല. കൊല്ലം ജില്ലയിൽ നിന്ന് 3 സീറ്റുകൾ ജയിക്കുകയാണ് RSPയുടെ ലക്ഷ്യം. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി RSP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPയുടെ പ്രതീക്ഷയാണ് കൊല്ലം ജില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 5 ഇടങ്ങളിലും ദയനീയമായി തോറ്റ RSPക്ക് ഇത് സ്വന്തം അസ്തിത്വം നിലനിർത്താനുള്ള പോരാട്ടം കൂടിയാണ്. കൊല്ലമെന്നാൽ RSP അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ബേബി ജോണിന്റെയും കെ ബാലകൃഷ്ണന്റെയും N ശ്രീകണ്ഠൻ നായരുടെയും കെ പങ്കജാക്ഷന്റെ നേതൃത്വത്തിൽ RSP കൊല്ലത്താകെ തഴച്ചു വളർന്ന കാലം. 1996 തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ നിന്ന് 4 സീറ്റ് വരെ നേടി. അതായത് കൊല്ലം ജില്ലയിൽ CPM-നോളം കരുത്തുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു എന്ന് ചുരുക്കം. കാലം കടന്നുപോയി. RSP പലതായി പിളർന്നു. ആനയെപ്പോലെ വളർന്ന് ഒരു കാലത്ത് നിന്ന പാർട്ടി ഇന്ന് വല്ലാതങ്ങ് മെലിഞ്ഞുപോയി. 2021 5 സീറ്റുകളിലാണ് RSP മത്സരിച്ചത്. RSPയുടെ ഈറ്റില്ലമെന്ന് വിളിപ്പേരുള്ള ചവറയിൽ പോലും പച്ച തൊടാനായില്ല. ഇരവിപുരത്തും കുന്നത്തൂരും മട്ടന്നൂരും ആറ്റിങ്ങലിലും ദയനീയ പരാജയം നേരിട്ടു. NK പ്രേമേന്ദ്രന്റെ വ്യക്തിപ്രഭാവത്തിൽ ലോക്സഭാ സീറ്റ് നിലനിർത്താനായതൊഴിച്ചാൽ RSP ഇന്ന് കൊല്ലത്ത് രാഷ്ട്രീയ തിരിച്ചുവരവ് തേടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടും RSPക്ക് ജയിച്ചേ മതിയാകൂ. സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബിജോണിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ RSP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും ജയം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF മുന്നേറ്റം, ഷിബു ബേബിജോണിന് മണ്ഡലത്തിലുള്ള സ്വീകാര്യത ഇവ ചവറയിൽ വോട്ടായി മാറുമെന്നാണ് RSPയുടെ പ്രതീക്ഷ. പക്ഷേ ഇതേ സ്ഥിതിയിലാണ് 2021 ഷിബു ബേബിജോൺ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് LDF സ്വതന്ത്രൻ സുജിത് വിജയപിള്ളയോട് പരാജയപ്പെടേണ്ടി വന്നു. മുൻപില്ലാത്ത തരത്തിലുള്ള UDFിലെ കെട്ടൊരുക്കം നേട്ടമാകുമെന്നും RSP വിലയിരുത്തുന്നു. ഷിബു ബേബിജോൺ കൊല്ലത്ത് മത്സരിക്കണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ആഗ്രഹം നടക്കില്ലെന്ന് ഷിബു ബേബിജോൺ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. കുന്നത്തൂരിൽ യുവനേതാവ് ഉല്ലാസ് കോവൂരിനെ രംഗത്തിറക്കാനാണ് പാർട്ടി വീണ്ടും ആലോചിക്കുന്നത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമാണ് RSP സ്ഥാനാർത്ഥികൾ കുന്നത്തൂർ മണ്ഡലത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതൊരു തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്ക പാർട്ടിക്കുണ്ട്. കഴിഞ്ഞ തവണ ദയനീയമായി പരാജയപ്പെട്ട ഇരവിപുരത്ത് ഇക്കുറി യുവാക്കളെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് നീക്കം. കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർ MS ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം CP സുധീഷ് കുമാർ എന്നിവരൊരാളെ സ്ഥാനാർത്ഥിയാക്കും. പക്ഷേ ഈ സീറ്റിന് വേണ്ടി മുസ്ലിം ലീഗ് രംഗത്തുണ്ട്. അതായത് മുന്നണിക്കുള്ളിൽ ഇരവിപുരത്തിന്റെ പേരിൽ തർക്കമുണ്ട്. ഇരവിപുരത്ത് M നൌഷാദ് ഇടതുപക്ഷത്തിന് വേണ്ടി വീണ്ടും മത്സരിച്ചാൽ RSP നന്നായി ബിയർ പൊടിക്കേണ്ടി വരും. മൺവെട്ടിയും മൺകോരിയുമാണ് RSPയുടെ ചിഹ്നം. UDFിനെ രാഷ്ട്രീയപരമായി ശക്തിപ്പെടുത്താൻ ഒട്ടേറെ മണ്ണ് കെട്ടുകയും വെള്ളം കോരുകയൊക്കെ ചെയ്ത പാർട്ടിയാണ് RSP. പക്ഷേ അതിൻ്റെ ഒന്നും പ്രയോജനം പൂർണ്ണമായും RSPക്ക് ലഭിച്ചിട്ടില്ല. പഴയ പ്രതാപത്തിലേക്ക് എത്താനുള്ള രാഷ്ട്രീയ സാഹചര്യമോ അതിനുവേണ്ടിയുള്ള അണികളോ ഇന്ന് RSPക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റ് ഘടകകക്ഷികൾ മികച്ച വിജയം നേടിയപ്പോൾ അത്രത്തോളം വിജയം നേടാൻ RSPക്ക് സാധിച്ചതുമില്ല. ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചാവും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ RSP നേരിടുക. ക്യാമറമാൻ ഷാനോസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.